ഞാൻ ഈ അടുത്ത് ഒരു മരിപ്പിന് പോയി, ഒരു മരണ വീട്ടിൽ. അപ്പൊ അവര് പറയാണ്, പ്രായം ചെന്ന ഉമ്മ, 80 കഴിഞ്ഞ ഉമ്മ കെലിമ ഉച്ചരിച്ച് നല്ല റാഹത്തായിട്ട് മരണപ്പെട്ടത്. മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്ത് വയറ്റി തടവിയിട്ട് ഒന്ന് മാലിന്യം കളയാൻ നോക്കിയിട്ട് ഒന്നുമില്ല, അത്ര ക്ലീനാണ്, പെർഫെക്ഷൻ, റാഹത്താണ്, സുഖമില്ലാതെ ഒന്നും കടന്നിട്ടൊന്നുമില്ല. കെലിമ ഉച്ചരിച്ച് വൃത്തിയായി, നഖമൊക്കെ അതിന് തൊട്ടു മുമ്പത്തെ തിങ്കളാഴ്ച രാവിലെ വെട്ടി വൃത്തിയാക്കി റാഹത്തായിട്ട് നല്ല മരണം. വെള്ളിയാഴ്ച ദിവസം കെലിമ ഉച്ചരിച്ച് മരിച്ചു. അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. എന്താ കാരണം? എന്റെ ഉമ്മ ഒളു മുറിഞ്ഞാൽ അപ്പോ ഒളു എടുത്ത് 2 റക്അത്ത് നിസ്കരിക്കും. അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. അത് മറ്റാരുമല്ല, താഴത്തങ്ങാടി മുസ്ലിം ജമാഅത്തിലെ ഇമാമ് ഷഫീഖ് മൗലവി അൽ ഫാദിൽ അൽ മന്നാനി, ഒരു മന്നാനി ഉസ്താദിന്റെ പ്രിയപ്പെട്ട മാതാവാണ്. അവരുടെ സഹോദരങ്ങളൊക്കെ ആലിമീങ്ങളാണ്. ഈ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് മരണപ്പെട്ടു പോയത്. ഒളു മുറിഞ്ഞാൽ ഉടനെ തന്നെ ഒളു എടുക്കും. എന്നിട്ടോ ഒളുവിന്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കും. ഇത് വർഷങ്ങളായി ഞങ്ങൾ ജനിച്ച കാലം മുതലേ കാണുകയാണ്. മക്കൾ സാക്ഷ്യപ്പെടുത്താൻ. ആലോചിച്ചു നോക്ക്, നമ്മുടെയൊക്കെ കാലത്ത് ആരെങ്കിലും ചെയ്യും ഒളു എടുത്തിട്ട് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കും? ആയിരിക്കും? ബിലാൽ റളിയല്ലാഹു അൻഹു സ്വർഗ്ഗത്തിൽ ഒരു മണിമാളിക ഉണ്ടാവാൻ കാരണം അതാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഇസ്രാ മിഅ്റാജിന്റെ രാവിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗ്ഗത്തിൽ ഒരു മണിമാളിക കണ്ടു. ആരുടേതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അത് ബിലാലിന്റേതാണ്. ആരാണ് ബിലാൽ? കറുത്തവനിൽ കറുത്തവനായ നീഗ്രോ വംശജനായ ബിലാലിന്റേതാണ്. എന്താ കാരണം? ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞത്, നബിയെ, പള്ളിയിൽ എപ്പോഴും ഉണ്ടാകും ഞാൻ 5 വഖത്ത് ബാങ്ക് വിളിക്കാൻ. ഞാൻ എപ്പോഴും ഒളു എടുക്കും. ഒളു എടുത്താൽ ഉടനെ തന്നെ ഒളുവിന്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കും. അതെന്റെ ജീവിതത്തിന്റെ ശൈലിയിൽപ്പെട്ടതാണ്, ഞാൻ പതിവാക്കിയതാണ്. നബി തങ്ങൾ പറഞ്ഞു, അത് കാരണമായിട്ടാണ് നിനക്ക് ആ മണിമാളിക സ്വർഗ്ഗത്തിൽ കിട്ടിയതെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ആള് മരിച്ച് സ്വർഗത്തിലെത്തിയിട്ടില്ല, അതിനു മുമ്പ് സ്വർഗത്തിൽ അത് പണിത് വെച്ചിരിക്കാൻ ആര് കണ്ടു? ഹബീബ് മുഹമ്മദ് മുസ്തഫ. അതാണ് ആ ഉമ്മാക്ക് ലഭിക്കുക. വെള്ളിയാഴ്ച ദിവസം മരിക്കുന്നു. മുഹറം മാസം ആദ്യ വെള്ളിയാഴ്ച രാവിലെ 8 മണിക്ക് മരിക്കാൻ. എന്ത് റാഹത്തുള്ള മരണം! അൽഹംദുലില്ലാ. മക്കളൊക്കെ ആലിമീങ്ങൾ. ഞാൻ അസർ കഴിഞ്ഞ് അവിടെ എത്തി ദുആ ചെയ്തു. അല്ലാഹു ആ ദുആ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ആലിമീങ്ങളും ഉമറാക്കളും സാലിഹീങ്ങളാകുന്ന ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ അവരുടെ കുടുംബങ്ങളിലെത്തി അവർക്ക് ആശ്വാസം പകരുന്നു, സമാധാനം കൊടുക്കുന്നു. പക്ഷെ അവർ പറയുന്നു, ഞങ്ങളുടെ വാപ്പ മരിച്ചിട്ട് 37 വർഷമായി. 37 വർഷമായിട്ട് ഉമ്മ ഉണ്ട്. ഉമ്മാക്ക് യാതൊരു പ്രശ്നമില്ല, ആരോഗ്യ പ്രശ്നമില്ല. എപ്പോ ഒളു എടുത്താലും, ഒളു മുറിഞ്ഞാലും അപ്പോൾ 2ാമത് ഒളു എടുക്കും. ഒളു മുറിയുക, ഉടനെ അടുത്ത് ഒളു പുതുക്കുക. അതൊക്കെ നല്ല ശൈലിയിൽപ്പെട്ടതാണ്. ഈമാൻ നിറവടിയാവും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മളോ അതിന് പോകുമ്പോ തന്നെ എല്ലാം വിട്ടോണ്ടാ വന്നിരിക്കുന്നത്. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. ഒളു കളഞ്ഞിട്ടാ പോയിരിക്കുന്നത്. എവിടെ പോവാ? നമ്മുടെ അവസ്ഥ ഏതാണ്? സ്കരിക്കാൻ വിളിക്കും, ഒന്നും എടുക്കട്ടെ, അതെ. കാരണം അപ്പോഴേ നമുക്ക് തോന്നുക ഒളു ഇല്ല. അതാണ് നമ്മുടെ ജീവിതശൈലി. ഒളു നിത്യമാക്കണം. അള്ളാഹു നമുക്ക് അതിനനുസരിച്ച് വെള്ളവും സൗകര്യവും ഒക്കെ തന്നിട്ടില്ലേ? എല്ലാവിധ സൗകര്യങ്ങളും ഏർപ്പെടുത്തി. അങ്ങനെ ഒന്ന് ചെയ്തു നോക്കിയേ, മുഖം പ്രകാശിക്കും. കൈകാലിൽ വെളുത്തവരെ എന്ന് വിളിച്ച് അള്ളാഹു സ്വർഗത്തിലേക്ക് അള്ളാഹു മാടി വിളിക്കും. അള്ളാഹു കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. അവന് ബഹുമാനപ്പെട്ടതാകുന്ന സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ 2ാമത്തെ കാരണം, നിങ്ങളിപ്പോ ചോദിച്ചില്ലേ രാത്രി മുഴുവൻ ജീവസ്വച്ഛതാക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചില്ലേ? നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും രാത്രിയിൽ ശുദ്ധിയോടുകൂടി വിശ്രമത്തിൽ ഏർപ്പെട്ടാൽ, രാത്രിയിൽ പരിപൂർണമായി ശുദ്ധി പാലിച്ചാൽ അവൻ രാത്രിയെ ജീവസ്വച്ഛനാക്കിയവനെ പോലെയാണ്. സയ്യിദുനാ റസൂലുള്ളാഹി. അപ്പോൾ ഞാൻ രാത്രി മുഴുവൻ ഇബാദത്ത് എടുത്തതിന്റെ കൂലി എനിക്ക് കിട്ടണം. ഹദീസല്ലേ, നബി തങ്ങൾ പറഞ്ഞതല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ശരി തന്നെയാണ്. നബി പറഞ്ഞു ഓക്കെ. ഇനി 3ാമത്തത്, എല്ലാ ദിവസവും ഖത്മ തീർക്കും. അത് എളുപ്പമാണ്. സൂറത്തുൽ ഇഖ്ലാസ് തഅദിലു സുലുസുൽ ഖുർആൻ. ഖുർആനിന്റെ 1/3 സൂറത്തുൽ ഇഖ്ലാസ്. ഖുൽ ഹുവല്ലാഹു അഹദ്. ഡെയിലി ഓതും. 3 ഓതാത്ത പരിപാടിയില്ല, എല്ലാ ദിവസവും ഓതും. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഈ പറഞ്ഞതിനർത്ഥം ഇതൊന്നും പൂർണ്ണമായി ചെയ്യണ്ട എന്നല്ല. രാത്രിയിൽ തഹജ്ജുദ് നിസ്കരിക്കണ്ടെന്നോ അല്ലെങ്കിൽ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഖത്മ തീർക്കുന്നതിന് മഹത്വം ഇല്ല എന്നൊന്നും അല്ല. മറിച്ച് ഇതൊക്കെ ഒരു ഷോർട്ട് കട്ടാണ്. എല്ലാ ദിവസവും നമുക്ക് ചെയ്യാൻ പറ്റുന്ന, ഒരു ദിവസം തിരക്കായി പോയി മുടങ്ങാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന തൗഹീദിന്റെ ഏറ്റവും നല്ല സുന്ദരമായ വചനങ്ങൾ അടങ്ങിയിട്ടുള്ള സൂക്തമാണ് സൂറത്തുൽ ഇഖ്ലാസ്. മഹാനായ സുഹൈബ് റളിയല്ലാഹു അൻഹു രത്നവ്യാപാരിയായിരുന്നു. രത്നവ്യാപാരി, മക്കയിലെത്തിയിട്ട് രത്നക്കച്ചവടം നടത്തി സമ്പന്നനായ വ്യക്തിയാണ്. കോടിക്കണക്കിന് രൂപയുടെ ആസ്തി. എന്നുള്ള അംബാനിയൊന്നുമില്ല, അതിനേക്കാളേറെ സമ്പത്തുള്ള വ്യക്തി. ഈ സമ്പത്ത് മുഴുവനും
പരിശുദ്ധമായ ഇസ്ലാം മതം സ്വീകരിച്ച് പുണ്യമാക്കപ്പെട്ട മദീനയിലേക്ക് കൊണ്ടുപോകാൻ തയ്യാറായി ഒട്ടകപ്പുറത്ത് പരിശുദ്ധമായ കഅബാലയത്തിന്റെ പരിസരത്ത് എത്തിയതാകുന്ന സുഹൈബ് റളിയല്ലാഹു അൻഹുവിനോട് മക്കയിലെ മുശ്രിക്കീങ്ങൾ തടഞ്ഞു. അവർ പറഞ്ഞു, സുഹൈബേ, നിന്നോട് ഞങ്ങൾ യുദ്ധം ചെയ്യാൻ പോവാൻ. സുഹൈബ് റളിയല്ലാഹു അൻഹു പറഞ്ഞാൽ നല്ല അമ്പെയ്ത്തിൽ ഏറ്റവും പ്രമുഖനായ സ്വഹാബിയാണ്. സെക്കൻഡുകൾ കൊണ്ട്, ഒരു മിനിറ്റുകൾ കൊണ്ട് നൂറുകണക്കിന് ആളുകൾ അമ്പെയ്ത് വീഴ്ത്താനുള്ളതാകുന്ന വലിയ കഴിവും എബിലിറ്റിയും പ്രാപ്തിയുമുള്ള വ്യക്തിയാണ് മഹാനായ സുഹൈബ് റളിയല്ലാഹു അൻഹു. പെട്ടെന്ന് അമ്പെയ്യും, അതിനോടൊരു കഴിവ് അല്ലാഹു കൊടുത്തിട്ടുണ്ട്. സുഹൈബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങളോട് യുദ്ധത്തിന് ചെന്നാൽ ഞാൻ ഒറ്റയ്ക്ക് ഒട്ടകപ്പുറത്ത് ഇറങ്ങിയിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങളോട് യുദ്ധം ചെയ്യും. മക്കയിൽ നിന്ന് മദീനയിലേക്ക് എന്നെ പലായനം ചെയ്യാൻ പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് പോയി. ആ പ്രവാചകരോടൊപ്പം എന്റെ പ്രിയപ്പെട്ടതാകുന്ന സൗഹൃദ വലയമുള്ളതാകുന്ന സ്വഹാബത്തിനോടൊപ്പം ചെന്ന് ചേരാൻ എന്നെ നിങ്ങൾ തടഞ്ഞാൽ വല്ലാഹി സുമ്മ വല്ലാഹി നിങ്ങളോട് ഞാൻ യുദ്ധം ചെയ്യും ഒറ്റയ്ക്ക് എന്ന് സുഹൈബ് റളിയല്ലാഹു അൻഹു. അവസാനം അവരൊരു ചർച്ചയ്ക്ക് തയ്യാറായി, സന്ധിയിലെത്തി. എന്താണത്? സുഹൈബേ, നിന്റെ കയ്യിലുള്ള സർവ്വസമ്പാദ്യവും മക്കയിലെത്തിയിട്ട് രത്നവ്യാപാരം നടത്തിക്കൊണ്ട് നീ ഉണ്ടാക്കിയെടുത്തതാണ്. അത് മുഴുവനും ഈ മക്കയിൽ തന്നെ ഉപേക്ഷിച്ചിട്ട് പോകണേ. സുഹൈബ് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്. രത്നക്കച്ചവടം നടത്തിയിട്ട് കോടിക്കണക്ക് രൂപ സമ്പാദിച്ചതാകുന്ന സുഹൈബ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, ആ സമ്പാദ്യം മുഴുവനും ഇവിടെ ഉപേക്ഷിക്കണം, ഈ സെക്കൻഡിൽ, ഇപ്പോൾ, എന്നിട്ട് പോയിക്കോണം. മഹാനായ സുഹൈബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ കയ്യിലുള്ള സമ്പത്താണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ഈ സമ്പത്ത് മുഴുവനും ഞാനിതാ ലില്ലാ, പടച്ചറപ്പിന്റെ സംതൃപ്തിക്ക് വേണ്ടി പരിപൂർണമായി നൽകാൻ തയ്യാറാണ്. എന്നെ നിങ്ങൾ വിടുമെങ്കിൽ, പുണ്യമാക്കപ്പെട്ട മദീനയിലേക്ക് വിടുമെങ്കിൽ, മദീനയിലെ രാജകുമാരനാകുന്ന ഹബീബായ നബി തങ്ങളുടെ തിരിച്ചാരത്തണയാൻ എന്റെ മനസ്സ് വല്ലാതെ വെമ്പൽ കൊള്ളുകയാണ്. എന്റെ സമ്പത്ത് മുഴുവനും ഞാനിതാ മക്കയിൽ ഉപേക്ഷിച്ചിട്ട് പോകാൻ തയ്യാറാണെന്ന് പറഞ്ഞ് അതുവരെ ജീവിതത്തിന്റെ സായം സന്ധി വരെ ഉണ്ടാക്കിയെടുത്ത സർവ്വസമ്പാദ്യവും പരിശുദ്ധമായ കഅബാലയത്തിന്റെ പരിസരത്ത് ഉപേക്ഷിച്ചിട്ട് ബഹുമാനപ്പെട്ടവർ മാറുകയാണ്. ഒരു സെക്കൻഡിനുള്ളിൽ ഫഖീറായി മാറുകയാണ്. ഒരു സെക്കൻഡിനുള്ളിൽ ഫഖീറായി മാറുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുള്ള മദീനയിലേക്ക് ബഹുമാനപ്പെട്ടവർ യാത്ര തിരിക്കുകയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുഹൈബ് റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് എത്താൻ അടുത്തപ്പോ അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനെ വിളിക്കുകയാണ്. സ്വഹാബ, പള്ളിയിലേക്ക് കടന്നു വരണേ. റസൂലുള്ള പള്ളിയിലേക്ക് സ്വഹാബത്തിനെ വിളിക്കുകയാണ്. പരിശുദ്ധമാക്കപ്പെട്ട മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ വന്ന്, എന്താണ് ഹിജറ? പ്രിയപ്പെട്ട മുസ്ലിമേ, പഠിക്കണേ. സർവ്വതും പടച്ചറപ്പിന്റെ സംതൃപ്തിക്ക് വേണ്ടി വെടിയുകയാണ്. ഈ സമ്പത്ത് സ്വന്തം മക്കൾക്ക് വീതിച്ചു കൊടുക്കാനല്ല മക്കയിൽ കൊടുത്തിട്ട് പോകുന്നത്, സ്വന്തം സഹോദരങ്ങൾക്ക് കൊടുക്കാനല്ല, മാതാപിതാക്കൾക്ക് കൊടുക്കാനല്ല, കൂട്ടുകുടുംബാദികൾക്ക് വീതിച്ചെടുക്കാനുള്ളതല്ല. ഈ സമ്പത്ത് മുഴുവനും അവിശ്വാസികളാകുന്ന മക്കയിലെ മുശ്രിക്കീങ്ങൾ പരിപൂർണമായി കൈയിട്ട് വാരിയെടുക്കുകയാണ്. ജീവിതത്തിന്റെ സായം സന്ധിയിൽ ഒരുമിച്ച് കൂട്ടിയ സർവ്വ പൈസയും, ഒരു നയാ പൈസ പോലും, ഒരു ദിർഹം പോലും കയ്യിലെടുക്കാതെ നടന്ന് പരിശുദ്ധമാക്കപ്പെട്ട മദീനയിലേക്ക് പരിശുദ്ധ പ്രവാചകന്റെ തിരുചാരത്തേക്ക് കടന്നു ചെന്നപ്പോ മദീന പള്ളിയിൽ സ്വഹാബത്തിന് ഒരുമിച്ച് കൂട്ടിയിട്ട് ബഹുമാനപ്പെട്ട സുഹൈബ് റളിയല്ലാഹു അൻഹു സ്വാഗതം ചെയ്തുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ജാഅനർ റാഹിബു ജാഅനർ റാബിഹു, ലാഭക്കാരൻ നമുക്കിതാ കടന്നു വന്നിരിക്കുകയാണ്. ലാഭക്കാരൻ നമുക്കിതാ കടന്നു വന്നിരിക്കുകയാണ്. ആരാണ് പെങ്ങളെ ലാഭക്കാരൻ? സ്വന്തം കയ്യിലുള്ള സർവ്വസമ്പാദ്യവും പടച്ചറപ്പിന്റെ സംതൃപ്തിക്ക് വേണ്ടി മക്കയിലെ മരുഭൂമിയിൽ ഉപേക്ഷിച്ചിട്ട് കാൽനടയായി മദീനയിലേക്ക് ഹിജറ വന്ന, പട്ടിണി കടന്നു വന്നതായ മനുഷ്യനാ. ഇന്നലെ വരെ പണക്കാരനായിരുന്നു, വെള്ളിക്കിണ്ടിയിൽ കഴിഞ്ഞുകൂടിയ മനുഷ്യൻ ഇന്നിതാ
പാവപ്പെട്ടവനായി മാഷിയൻ നടന്നുകൊണ്ട് മദീനയിലെ രാജകുമാരന്റെ തിരുസവിധത്തിലേക്ക് കടന്നു വന്നപ്പോ അല്ലാഹുവിന്റെ റസൂല് ജീവിതാന്ത്യം ഒരു ഓമന പേരിട്ട് കൊടുക്കുകയാണ്. അറാബിഹ്, ലാഭക്കാരനാണ്. ലക്ഷക്കണക്കിന് സമ്പാദ്യവുമായി കടന്നു വരുന്നവനെയല്ലേ, ബിസിനസ്സിൽ വിജയിച്ചു വരുന്നവനെയല്ലേ യഥാർത്ഥത്തിൽ ലാഭം കൊയ്തവനെന്ന് പറയുകയുള്ളൂ. ഇവിടെ 5 പൈസ ഇല്ലാത്ത, നയാ പൈസ ഇല്ലാത്തതാകുന്ന സ്വഹാബി വര്യനാകുന്ന സ്വഹൈബ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടുകൊണ്ട് റസൂലുള്ളാഹി പറയാനുള്ള കാരണം എന്താണ്? ഇതൊരു സാദാസീത വ്യക്തിയല്ല. നസലൽ അമീർ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പറന്നിറങ്ങുകയാണ്. പരിശുദ്ധ പ്രവാചകർ കോതിക്കൊടുക്കുകയാണ്, നബിയേ ഇതൊരു സാദാസീത വ്യക്തിയല്ല. സൂറത്തുൽ ബഖറയിലെ 207-ാമത്തെ ആയത്ത് റസൂലുള്ളാഹി ഓതുകയാണ്. വമിനൻ നാസി മയ്യശ്രീ നഫ്സഹു ബിതിഗാ മർളാത്തില്ലാ. മനുഷ്യരിൽ ചില ആളുകളുണ്ട് കേട്ടോ, പടച്ചറപ്പിന്റെ സംതൃപ്തിക്ക് വേണ്ടി, അല്ലാഹുവിന്റെ പൊരുത്തങ്ങളെ കരഗതമാക്കാൻ, അല്ലാഹുവിന്റെ റിള എന്നല്ല പറഞ്ഞത്, മർളാത്തില്ലാ, പടച്ചറപ്പിന്റെ സംതൃപ്തികൾ പരിപൂർണമായി കരഗതമാക്കാൻ തന്റെ ജീവിതത്തിന്റെ സായം സദ്യയിൽ ഒരുമിച്ച് കൂട്ടിയതാകുന്ന രത്നവ്യാപാരത്തിലൂടെ, മീൻ കച്ചവടത്തിലൂടെയല്ല, ഏതെങ്കിലും പലചരക്ക് കച്ചവടത്തിലൂടെ കിട്ടിയതാകുന്ന ലക്ഷക്കണക്കിന് സ്വത്തിന്റെ സമ്പാദ്യക്കുറിച്ചല്ല പറയുന്നത്. അതുപോലെ പാവപ്പെട്ടവർക്ക് കൃത്യമായി സക്കാത്തിന്റെ വിഹിതം പോലും വർഷാവർഷം അവന്റെ കച്ചവടത്തിൽ നിന്ന് കൊടുക്കാൻ മടിയുള്ള പ്രിയപ്പെട്ട മുസ്ലിമേ, ജീവിതത്തിന്റെ സായം സന്ധിയിൽ ഒരുമിച്ച് കൂട്ടിയ സർവ്വസമ്പാദ്യം, രത്നവ്യാപാരത്തിലൂടെ കിട്ടിയ കോടിക്കണക്കിന് സമ്പാദ്യം, അത് മുഴുവനും അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുക്കാൻ, പടച്ചറപ്പിന്റെ സംതൃപ്തിക്ക് വേണ്ടി നൽകാൻ മക്കയിലെ മുശ്രിക്കീങ്ങൾക്ക് വീതിച്ചു കൊടുത്തിട്ട് പോകാൻ തയ്യാറായ മനുഷ്യനാണ്. വല്ലാഹു റഊഫും ബിൽ ഇബാദ്. അല്ലാഹു പറയുന്നു, അല്ലാഹു അവന്റെ ദാസന്മാരോട് കൃപയുള്ളവനാണ് കേട്ടോ, കരുണയുള്ളവനാണ് കേട്ടോ. മഹാനായ സുഹൈബ് റളിയല്ലാഹു അൻഹു കടന്നുവരവ് കണ്ടിട്ട് പൊട്ടിക്കരഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് പറയുകയാണ്, സ്വഹാബ, അല്ലാഹു പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ബഖറയിലെ 207-ാമത്തെ ആയത്ത് ഇറക്കിയത് ഈ കടന്നു വരുന്നതാകുന്ന സുഹൈബിന്റെ വിഷയത്തിലാണ്. ചരിത്രം പഠിച്ചു നോക്ക്. ഈ സദസ്സിൽ ഉലമാക്കളുണ്ട്, ഉമറാക്കളുണ്ട്, കിതാബ് തിരിഞ്ഞ പണ്ഡിതന്മാരില്ലേ, അവരോട് ചോദിച്ചു നോക്കണേ. വളരെ കുറഞ്ഞ ആളുകളെ റസൂലുള്ള ഇന്നാളുടെ വിഷയത്തിലാണ് ഈ ആയത്തിറങ്ങിയത് എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുള്ളൂ. ബാക്കിയുള്ളതൊക്കെ മുഫസ്സിരീങ്ങൾ, ഖുർആൻ വ്യാഖ്യാതാക്കൾ പറഞ്ഞതാണ് എങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ നേരിട്ട് പറഞ്ഞ ഈ ആയത്തിറങ്ങിയത് സൂറത്തുൽ ബഖറയിലെ 207-ാമത്തെ ആയത്തിറങ്ങിയത് സുഹൈബിന്റെ വിഷയത്തിലാണ്. അദ്ദേഹത്തിന്റെ ആത്മാർത്ഥതയുടെ വിഷയത്തിൽ പടച്ചറബ് ഇറക്കിയ ആയത്താണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? പിൽക്കാലത്ത് ചരിത്രം പഠിച്ചു വെക്കണം. ഉമർ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ചരിത്രത്തിന്റെ ഇതിഹാസ പുരുഷൻ, അബൂലൂലത്ത് എന്ന് പറയുന്ന മജൂസിയായ മനുഷ്യന്റെ കുത്തേറ്റുകൊണ്ട് സുഖമില്ലാതെ 3 ദിവസം വീടിനുള്ളിൽ കടക്കുകയാണ്. 3-ാം പക്കം മരണപ്പെടുകയാണ്. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട മകനാകുന്ന ലോകം കണ്ട ഏറ്റവും വലിയ പ്രിയപ്പെട്ട സ്വഹാബി, പ്രവാചകന്റെ തിരുസുന്നത്തുകൾ ജീവിതത്തിൽ മായാതെ മുറയാതെ പരിപൂർണമായി മുറുകെ പിടിച്ച മുത്തബിയുസുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുടക്കമുള്ള സ്വഹാബത്തുണ്ട്. എല്ലാവരും വന്ന് നിൽക്കുമ്പോൾ സർവരും ഒന്നടങ്കം പറയുകയാ, ഐന സുഹൈബ്, ഐന സുഹൈബ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ന ചരിത്രത്തിന്റെ ഇതിഹാസ പുരുഷന് മയ്യത്ത് നമസ്കരിക്കാൻ സുഹൈബ് വരട്ടെ. സുഹൈബാണ് ഏറ്റവും ബന്ധപ്പെട്ടവൻ, പ്രവാചകന്റെ പ്രിയപ്പെട്ടതാകുന്ന അനുയായികളിൽ ഏറ്റവും ഇന്ന് തലയെടുപ്പുള്ളത് അദ്ദേഹമാണ്. സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹുവാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്ത് നമസ്കരിച്ചത്. 10,000-കണക്കിന് ലക്ഷക്കണക്കിന് സ്വഹാബത്ത് ഒരുമിച്ച് കൂടിയ ജനാസയിൽ സ്വന്തം മകനാകുന്ന ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയ സർവ്വ ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അടക്കമുള്ള സ്വഹാബത്തുണ്ട്. ആലിമാണ്, തഖിയാണ്, നഖിയാണ്, വലിയാണ്, സ്വഹാബി വര്യനാ. പക്ഷേ മയ്യത്ത് നമസ്കാരത്തിന് നേതൃത്വം നൽകാനില്ല. എന്നേക്കാൾ ഏറ്റവും നല്ല തഖ്വയുള്ള പടച്ചറബിന്റെ സംതൃപ്തിക്ക് വേണ്ടി ജീവിക്കുന്ന
വ്യക്തിയെന്ന് അല്ലാഹു ഖുർആനിലൂടെ പറഞ്ഞ, പ്രവാചകൻ അവിടുത്തെ നാവിലൂടെ പറഞ്ഞ സുഹൈബ് റളിയല്ലാഹു അൻഹു ഇമാമത്ത് നിൽക്കട്ടെ. കാരണം സ്വന്തം ജീവിതം പടച്ച റബ്ബിന് വേണ്ടി സമർപ്പിച്ച വ്യക്തിയാണ്. മയ്യശ്രീ നഫ്സഹു ബിത്തിഗാ മർളാത്തില്ലാ, സ്വന്തം ശരീരത്തെ പടച്ച റബ്ബിന് വേണ്ടി വിറ്റ വ്യക്തിയാണ്. അല്ലാഹുവിന് വേണ്ടി സമർപ്പിക്കുകയാണ്. മക്കയിൽ പോണോ, സമ്പാദ്യം ഇവിടെ വെക്കണമെന്ന് പറഞ്ഞപ്പോ മക്കയിലെ മുശ്രിക്കീങ്ങൾ കരുതിയില്ല ഒരിക്കലും സമ്പത്ത് ഇവിടെ ഒരിച്ചൊട്ടു ഇറങ്ങിപ്പോകുമെന്ന് കരുതിയില്ല. ജീവിതത്തിൽ അന്ന് വരെ ഒരുമിച്ച് കൂട്ടിയ സർവ്വ സമ്പാദ്യം എനിക്ക് വേണ്ടടാ, എനിക്ക് എന്റെ ഹബീബ് മതി. കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട് മാലോകരുടെ മനതലങ്ങളെ മദീനയിലേക്ക് മാടി വിളിച്ച എന്റെ ഹബീബാണ് എനിക്ക് പ്രിയം, എനിക്കെന്റെ ദീനാണ് വേണ്ടത്, എനിക്കെന്റെ ഇസ്ലാമാണ് വലുതെന്ന് പറഞ്ഞ് അതുവരെ ഒരുമിച്ച് കൂട്ടിയ സർവ്വ സമ്പാദ്യവും മക്കയിലെ മുശ്രിക്കുകളുടെ മുഖത്ത് വലിച്ചെറിഞ്ഞ് ഒരു സെക്കൻഡ് കൊണ്ട് പാവപ്പെട്ടവനായി മദീനയിലേക്ക് കടന്നു വന്ന സുഹൈബ് റളിയല്ലാഹു അൻഹു എവിടെ ഇമാമത്ത് നിൽക്കട്ടെ എന്ന് സ്വഹാബത്ത് ഇജ്മാ ആകുകയാണ്. എല്ലാരും പറഞ്ഞു വേറെ ആരും മയ്യത്ത് നിസ്കരിക്കണ്ട. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മയ്യത്ത് നിസ്കരിച്ചത് ആരാണ്? ഈ വ്യക്തി. ഏതാണ് ഈ വ്യക്തി? സൂറത്തുൽ ബഖറയിലെ 207-ാമത്തെ ആയത്ത് ഇറങ്ങിയത് അദ്ദേഹത്തിന്റെ വിഷയത്തിലാണ്. നസലത്ത് ഹാദിഹിൽ ആയത്തു ഫീ സുഹൈബിൻ ഫീനാ റസൂലുള്ളാഹി. ഈ ആയത്ത് ഇറങ്ങിയത് സുഹൈബിന്റെ വിഷയത്തിലാണ്. സ്വന്തം ജീവിതം പടച്ച റബ്ബിന് വേണ്ടി സമർപ്പിച്ചു, അല്ലാഹുവിന്റെ റിളാക്ക് വേണ്ടി ജീവിച്ചു. അൽ ഹുബ്ബു ലില്ലാഹി വൽ ഹുബ്ബു വൽ ബുഗ്ദു ലില്ലാഹ്. അല്ലാഹുവിന് വേണ്ടിയുള്ള സ്നേഹം, അല്ലാഹുവിന് വേണ്ടിയുള്ള കോപം പടച്ച റബ്ബിന്റെ മാർഗ്ഗത്തിൽ. ഇത് നമുക്ക് സാധ്യമാകണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമുക്കുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഹിജറ. അന്ന് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പുണ്യമാക്കപ്പെട്ട സഹാബത്ത് സ്വന്തം ശരീരം പരിശുദ്ധമാക്കപ്പെട്ട് ദീനിന് വേണ്ടി സമർപ്പിക്കാൻ തയ്യാറായി പുണ്യമാക്കപ്പെട്ട മദീനയിലേക്ക് ഹിജറ വന്നു എങ്കിൽ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് കുറ്റമറ്റ രീതിയിൽ പരിപൂർണമായി ഒഴിവായി നിന്നുകൊണ്ട് തെറ്റുകൾ ഒഴിവാക്കി, ഹറാമുകൾ ഒഴിവാക്കി, സുബ്ഹത്തുകൾ ഒഴിവാക്കി, കറാഹത്തുകൾ ഒഴിവാക്കി, നിഷിദ്ധമാകുന്ന അമലുകളെ ഒഴിവാക്കി, കണ്ണുകളെ, കാതുകളെ, ശരീരത്തിന്റെ അവയവങ്ങളെ, ഹൃദയങ്ങളെ നാഥനായ റബ്ബിലേക്ക് തിരിക്കണം. അതാണ് നമ്മുടെ ഹിജറ. തെറ്റുകളിൽ നിന്ന് ഓടിയകലുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഹിജറ തീർന്നില്ല. ഹിജറ എന്ന് പറഞ്ഞാൽ എന്നും എക്കാലഘട്ടത്തിലും പ്രസക്തമാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സുഹൈബ് റളിയല്ലാഹു അൻഹു ആരാണ്? പരിശുദ്ധമായ ഖുർആൻ തൊട്ടടുത്ത ആയത്തിലൂടെ അല്ലാഹു പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു ദുഖുലൂ ഫിസ്സിൽമി കാഫ വലാ തത്തബിഊ خطوات الشيطان إنه لكم عدو مبين. പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സുഹൈബിനെ കുറിച്ച് വ്യക്തമായി പറഞ്ഞിട്ട് സുഹൈബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച്, അദ്ദേഹത്തിൻ്റെതാകുന്ന പ്രവർത്തന മേഖലയെ കുറിച്ച്, അദ്ദേഹത്തിന്റെ ആത്മാർത്ഥമാകുന്ന ദീനിന് വേണ്ടിയുള്ള സമർപ്പണത്തെ കുറിച്ച്, പടച്ച റബ്ബിന്റെ വധികിനെ കുറിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞിട്ട് അല്ലാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, പ്രിയപ്പെട്ടതാകുന്ന ആലപ്പുഴ ജില്ലയിലെ പതിയാങ്കരയിലുള്ള പ്രിയപ്പെട്ട മുസ്ലിമേ, ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാരെ, ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, നിങ്ങൾ പരിശുദ്ധമായി ഇസ്ലാമിൽ പൂർണ്ണമായി പ്രവേശിക്കണേ, നിങ്ങൾ പരിപൂർണമായി പ്രവേശിക്കണേ. ഖുർആനിലെ ഒരു ആയത്ത് അതിന് ശേഷമുള്ള ആയത്തിനോട് ഭയങ്കര കണക്ഷനാണ്. എല്ലാ ആയത്തുകളും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ മുഫസ്സിരീങ്ങൾ പറയുന്നു, മഹാനായ സുഹൈബ് റളിയല്ലാഹു അൻഹുവിന്റെ വിശേഷണങ്ങൾ പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തൊട്ടടുത്ത ആയത്തിൽ യാ അയ്യുഹല്ലദീന ആമനൂ ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, അല്ലയോ മുസ്ലിമീങ്ങളെ, നിങ്ങൾ പരിശുദ്ധമായ ഇസ്ലാമിൽ പൂർണ്ണമായി പ്രവേശിക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ കമാ ദഖല സുഹൈബുൻ, മഹാനായ സുഹൈബ് റളിയല്ലാഹു അൻഹു പരിശുദ്ധമായ ഇസ്ലാമിൽ പ്രവേശിച്ചതുപോലെ നിങ്ങൾ ഇസ്ലാമിൽ പൂർണ്ണമായി പ്രവേശിക്കുക എന്നാണ് അതിന്റെ മഅന, എന്നാണ് അതിന്റെ അർത്ഥം.
അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അദ്ദേഹം ജീവിതം എങ്ങനെയാണ് അള്ളാഹുവിന് സമർപ്പിച്ചത് അതേപോലെ നിങ്ങൾ പ്രവേശിക്കണം. അപ്പോഴാണ് പൂർണ്ണമായ മുഅ്മിനാവുക. മറ്റേ മുഅ്മിനാൻ ആധാർ കാർഡിലും റേഷൻ കാർഡിലും പാൻ കാർഡിലും പാസ്പോർട്ടിലും ഒക്കെ മുഅ്മിനാൻ. അള്ളാഹിന്റെ ദീനിന് വേണ്ടി 10 രൂപ ചോദിച്ചാൽ കന്നി വല്ലി അനക്കോ ഇല്ല, ഹാജിയാര് പിന്നെ എഴുന്നേറ്റ് പോകും, അസ്സലാമു അലൈക്കും. ആണ് അവസ്ഥ. അങ്ങനത്തെ അവസ്ഥയിലേക്ക് പോകും. അതുകൊണ്ടാണ് അള്ളാഹു പറയുന്നത് സുഹൈബ് റളിയല്ലാഹു അൻഹു ദീനിലേക്ക് പ്രവേശിച്ചതുപോലെ ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, പൂർണ്ണമായി നിങ്ങൾ പരിശുദ്ധമായ ഇസ്ലാം മതത്തിലേക്ക് പ്രവേശിക്കൻ. ദുഖൂലി സുഹൈബിൻ, സുഹൈബ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രവേശനം പോലെ നിങ്ങൾ പ്രവേശിക്കണം എന്ന് പറഞ്ഞാൽ ഇഫ്അലൂ കമാ ഫഅല സുഹൈബുൻ എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. നിങ്ങൾ മഹാനായ സുഹൈബ് റളിയല്ലാഹു അൻഹു പ്രവർത്തിച്ചതുപോലെ നിങ്ങളും ദീനിൽ പ്രവർത്തിക്കണം. അള്ളാഹുവിന്റെ റിളാഇന് വേണ്ടി, പൊരുത്തത്തിന് വേണ്ടി ജീവിക്കണം. വരിളുവാനും മിനല്ലാഹി അക്ബർ, പടച്ച റബ്ബിന്റെ പൊരുത്താണ് ഏറ്റവും വലുത്. അള്ളാഹുവിന്റെ പൊരുത്തം, ആ റബ്ബിന്റെ പൊരുത്തം കിട്ടിയ മനുഷ്യനാണ് ഈ വ്യക്തി എന്ന് ഖുർആനിൽ ആയത്തിറങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഈ ആയത്ത് സുഹൈബിന്റെ വിഷയത്തിലാണ്. അതുകൊണ്ട് പിൽക്കാലത്തുള്ളതാകുന്ന സർവ്വ സ്വഹാബത്തും മഹാനായ സുഹൈബ് റളിയല്ലാഹുവിനെ കാണുമ്പോൾ ആദരിക്കും, ബഹുമാനിക്കും, എഴുന്നേൽക്കും, ഇരുന്നെടുത്തു. കാരണം എന്താ? ഖുർആൻ ബഹുമാനിച്ചതാണ്. അള്ളാഹു പൊരുത്തപ്പെട്ട വ്യക്തിയാണെന്ന് ഖുർആനിൽ ആയത്തിറങ്ങി. ഇനി എന്താ വേണം? അയാളെ എവിടെ വെച്ച് കണ്ടാലും ബഹുമാനിക്കും. മഹാനായ സുഹൈബ് റളിയല്ലാഹു അൻഹു, അവരെ ആദരിക്കുന്ന കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. അവനെ ബഹുമാനപ്പെട്ടതാകുന്ന സൽമാനുൽ ഫാരിസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ രണ്ടാമത്തെ കാരണം നിങ്ങളിപ്പോ ചോദിച്ചില്ലേ രാത്രി മുഴുവൻ ജീവസ്വച്ഛതാക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചില്ലേ? നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും രാത്രിയിൽ ശുദ്ധിയോടുകൂടി വിശ്രമത്തിൽ ഏർപ്പെട്ടാൽ, രാത്രിയിൽ പരിപൂർണമായി ശുദ്ധി പാലിച്ചാൽ അവൻ രാത്രിയെ ജീവസ്വച്ഛനാക്കിയവനെ പോലെയാണ് സയ്യിദുനാ റസൂലുള്ളാഹി. അപ്പോൾ ഞാൻ രാത്രി മുഴുവൻ ഇബാദത്ത് എടുത്തതിന്റെ കൂലി എനിക്ക് കിട്ടണം. ഹദീസല്ലേ, നബി തങ്ങൾ പറഞ്ഞതല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ശരി തന്നെയാണ്. നബി പറഞ്ഞു ഓക്കെ. ഇനി മൂന്നാമത്തത്, എല്ലാ ദിവസവും ഖത്മ തീർക്കും. അത് എളുപ്പമാണ്. സൂറത്തുൽ ഇഖ്ലാസ് തഅദിലു സുലുസുൽ ഖുർആൻ, ഖുർആനിന്റെ 1/3 സൂറത്തുൽ ഇഖ്ലാസ്. ഖുൽ ഹുവല്ലാഹു അഹദ് ഡെയിലി ഓതും. 3 ഓതാത്ത പരിപാടിയില്ല, എല്ലാ ദിവസവും ഓതും. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഈ പറഞ്ഞതിനർത്ഥം ഇതൊന്നും പൂർണ്ണമായി ചെയ്യണ്ട എന്നല്ല. രാത്രിയിൽ തഹജ്ജുദ് നിസ്കരിക്കണ്ടെന്നോ അല്ലെങ്കിൽ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഖത്മ തീർക്കുന്നതിന് മഹത്വം ഇല്ല എന്നൊന്നും അല്ല. മറിച്ച് ഇതൊക്കെ ഒരു ഷോർട്ട് കട്ടാണ്. എല്ലാ ദിവസവും നമുക്ക് ചെയ്യാൻ പറ്റുന്ന, ഒരു ദിവസം തിരക്കായി പോയി മുടങ്ങാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന തൗഹീദിന്റെ ഏറ്റവും നല്ല സുന്ദരമായ വചനങ്ങൾ അടങ്ങിയിട്ടുള്ള സൂക്തമാണ് സൂറത്തുൽ ഇഖ്ലാസ്. മഹാനായ സുഹൈബ് റളിയല്ലാഹു അൻഹു രത്നവ്യാപാരിയായിരുന്നു. രത്നവ്യാപാരി, മക്കയിലെത്തിയിട്ട് രത്നക്കച്ചവടം നടത്തി സമ്പന്നനായ വ്യക്തിയാണ്. കോടിക്കണക്കിന് രൂപയുടെ ആസ്തി. എന്നുള്ള അംബാനിയൊന്നുമില്ല, അതിനേക്കാളേറെ സമ്പത്തുള്ള വ്യക്തി. ഈ സമ്പത്ത് മുഴുവനും പരിശുദ്ധമായ ഇസ്ലാം മതം സ്വീകരിച്ച് പുണ്യമാക്കപ്പെട്ട മദീനയിലേക്ക് കൊണ്ടുപോകാൻ തയ്യാറായി ഒട്ടകപ്പുറത്ത് പരിശുദ്ധമായ കഅബാലയത്തിന്റെ പരിസരത്ത് എത്തിയതാകുന്ന സുഹൈബ് റളിയല്ലാഹു അൻഹുവിനോട് മക്കയിലെ മുശ്രിക്കീങ്ങൾ തടഞ്ഞു. അവർ പറഞ്ഞു, സുഹൈബേ, നിന്നോട് ഞങ്ങൾ യുദ്ധം ചെയ്യാൻ പോവാൻ. സുഹൈബ് റളിയല്ലാഹു അൻഹു പറഞ്ഞാൽ നല്ല അമ്പെയ്ത്തിൽ ഏറ്റവും പ്രമുഖനായ സ്വഹാബിയാണ്. സെക്കൻഡുകൾ കൊണ്ട്, ഒരു മിനിറ്റുകൾ കൊണ്ട് 100 കണക്കിന് ആളുകൾ അമ്പെയ്ത് വീഴ്ത്താനുള്ളതാകുന്ന വലിയ കഴിവും എബിലിറ്റിയും പ്രാപ്തിയുമുള്ള വ്യക്തിയാണ് മഹാനായ സുഹൈബ് റളിയല്ലാഹു അൻഹു. പെട്ടെന്ന് അമ്പെയ്യും, അതിനോടൊരു കഴിവ് അല്ലാഹു കൊടുത്തിട്ടുണ്ട്. സുഹൈബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ എന്നോട് യുദ്ധത്തിന് ചെന്നാൽ ഞാൻ ഒറ്റയ്ക്ക് ഒട്ടകപ്പുറത്ത് നിറങ്ങിയിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങളോട് യുദ്ധം ചെയ്യും. മക്കയിൽ നിന്ന് മദീനയിലേക്ക് എന്നെ പലായനം ചെയ്യാൻ പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് പോയി. ആ പ്രവാചകരോടൊപ്പം എന്റെ പ്രിയപ്പെട്ടതാകുന്ന സൗഹൃദ വലയമുള്ളതാകുന്ന സ്വഹാബത്തിനോടൊപ്പം ചെന്ന് ചേരാൻ എന്നെ നിങ്ങൾ തടഞ്ഞാൽ വല്ലാഹി സുമ്മ വല്ലാഹി നിങ്ങളോട് ഞാൻ യുദ്ധം ചെയ്യും ഒറ്റയ്ക്ക് എന്ന് സുഹൈബ് റളിയല്ലാഹു